കണ്ടോ? ഹായ് ഗായ്സ്, എല്ലാവർക്കും ടെക്നീഷ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, വൈദ്യുത കാന്തം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പഴയ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ 2 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ട്രാൻസ്ഫോമറിനെ ഒന്ന് അയച്ച് ഇതിൻ്റെ കോറുകളെല്ലാം ഒന്ന് വേർപെടുത്തുക എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഞാനിത് അയച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കോറുകൾ ഇങ്ങനെ സിമ്പിളായിട്ട് കിട്ടുന്നത് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോറുകൾ എടുക്കാൻ വളരെയധികം റിസ്ക്കാണ്. അങ്ങനെ ഒരു സൈഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതേപോലെ തന്നെ അയച്ചെടുക്കാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഐ കോറുകളാണ്. ഇനി നമുക്കിതിൻ്റെ ഈ കോറുകൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ വയറുകൾ കൂടി വേർപെടുത്തിയിട്ട് ആദ്യമൊന്ന് റീവൈൻഡ് ചെയ്തെടുക്കണം. കോപ്പർ വൈൻഡിങ് ആണ് കേട്ടോ. കത്തിപ്പോയത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കണ്ടോ, ആകെ കറുത്ത് കരുവാളിച്ചിട്ടുണ്ട്. വൈൻഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നോർമലായിട്ട് വെറുതെ അങ്ങ് ചുറ്റിപ്പോയാൽ മതി. എത്ര ടേൺസാണ് എന്നുള്ളത് എണ്ണേണ്ടതിൻ്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ട് ചുറ്റിപ്പോയാൽ മതി. അവസാനം വരുമ്പോൾ ആദ്യം ചുറ്റിയ ആ ഒരു തലയും അവസാനത്തെ ആ ഒരു തലയും കോപ്പറിൻ്റെ 2 അറ്റവും നമുക്ക് കിട്ടണം എന്ന് മാത്രം. അങ്ങനെ ചുറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാസ്കിംഗ് ടാപ്പ് കൊണ്ട് ആ കോപ്പർ അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. മാസ്കിംഗ് ടാപ്പ് കൊണ്ടോ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ടോ. അതിനുശേഷം കോറുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആൾറെഡി ട്രാൻസ്ഫോമറിൽ 2 സൈഡിൽ നിന്നും ഒരേപോലെ കോറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയല്ല നമ്മൾ ഇടേണ്ടത്. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മാത്രം ഈ കോറുകൾ മാത്രം ഇടുക. ഈ കോറുകൾ നമുക്ക് ഈ ഒരു പർപ്പസിനാണെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയുള്ള 3 എണ്ണം ഞാൻ ഒരേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ചെക്കിംഗ് ആണ് ബാക്കിയുള്ളത്. 12 വോൾട്ട് 7Hൻ്റെ ബാറ്ററിയാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വൈൻഡ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറിൻ്റെ 2 അറ്റത്തും കോപ്പറിൻ്റെ 2 അറ്റമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ 2 അറ്റത്തും നെഗറ്റീവും പോസിറ്റീവും അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും നോക്കേണ്ടതില്ല, ജസ്റ്റ് അങ്ങോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ ഒരു മാഗ്നറ്റായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ? കണക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഇരുമ്പായിട്ട് അത് മാറുകയും ചെയ്യും. വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് മാഗ്നറ്റായിട്ട് മാറും. 36 ഗേജിൻ്റെ ഏകദേശം ഒരു 700ഓളം ടേൺസാണ് ഈ ഒരു ട്രാൻസ്ഫോമറിൽ ഞാൻ ചുറ്റിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ട്രാൻസ്ഫോമറിൽ ഞാൻ ചുറ്റിയിട്ടുള്ളത് 23 ഗേജിൻ്റെ കോപ്പർ ഏകദേശം ഒരു 1300ഓളം ടേൺസാണ് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. കണ്ടോ? നേരത്തെ കാണിച്ചതിനേക്കാൾ ഡബിൾ പവറായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ടേൺസ് കൂടുന്നതിനനുസരിച്ച്, അതുപോലെ കോപ്പറിൻ്റെ വണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ എഫിഷ്യൻസി കൂടും, അതായത് മാഗ്നറ്റിക് പവർ കൂടും എന്നുള്ളതാണ്. ഇനി നമുക്കൊന്നുകൂടി പരീക്ഷണം ഒന്ന് വിപുലീകരിച്ചിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഈ പ്ലെയറിനെ ഒന്ന് പൊക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അതും പൊങ്ങുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഹാമർ, 2 പൗണ്ടിൻ്റെ ഹാമറാണ് ഇട്ടത്. നമുക്ക് ഈ വലിയ ട്രാൻസ്ഫോമർ, ഈ ചെറിയ ട്രാൻസ്ഫോമർ കൊണ്ട് നോക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? അത് ഓക്കെയാണ് കേട്ടോ. ഈ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം. Oh my god. ഉണ്ടോ? ഇത് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഒന്നും കൂടി നമ്മുടെ പരീക്ഷണം ഒന്നുകൂടി വിപുലീകരിക്കാൻ നോക്കുകയാണെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് ഇതിനെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തന്ന വലിയ ട്രാൻസ്ഫോമർ ഇതും അതേപോലെ തന്നെ വൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൊണ്ട് നമ്മൾ വേറെ സെറ്റപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അതിലൊരു സംഭവം കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ 20 കിലോത്തിൻ്റെ ഇരുമ്പിൻ്റെ കട്ട, അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് വൈസ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാമർ കൂടി കയറ്റി വെക്കുന്നുണ്ട്. കണ്ടോ? കണക്ഷൻ വേറെ കണ്ടോ? ഇത് ഇവിടെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതിൽ ഇരിക്കാത്തതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്ത സമയത്ത് ഇരിക്കാണ്ടിരുന്നത്. ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ കണ്ടോ? പൊട്ടുന്നില്ല. നമ്മൾ കണക്ഷൻ കൊടുക്കാം. ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളിന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം.
അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ഏതൊക്കെ രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാം എന്നതിനെ പറ്റി എന്തെങ്കിലും ഐഡിയ മനസ്സിൽ തോന്നുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ? അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.